പ്രൈസ് ലോർഡ്. നാഥനും നരികയുടെ കർത്താവായ യേശു ക്രിസ്തുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഹാലലിയ ദൈവം നമുക്ക് ദാനമായി തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അവയവമാണ് നാക്ക്. ഹാലലിയ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അനേക കാര്യങ്ങൾ നാവിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് നാവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് 9 കാര്യങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിപ്പാനും കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. ഒന്നാമത് നാക്കിനെ പറ്റി പറയുന്നത് സ്തോത്രം ഹാലലിയ യേശുവിന് പറയുന്ന നാവ്. സ്തോത്രം. അപ്പം നാവിന് ഹാലലി യേശുവിന് പറയാൻ പറ്റും. സ്തോത്രം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്ക് പറയരുത്. അപ്പോൾ യേശുവിന് പറയുവാൻ ചാൻസ് ഉണ്ട് നാക്കിന്. അതുകൊണ്ട് ദൈവം പറയാണ്, ദൈവവേദിലെ നീ ഹാലലി എന്ത് ചെയ്യരുത്? ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്ക് പറയരുത്. യേശുവിനെ പറയാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ഒരു വ്യക്തിയെപ്പറ്റി അസ്യൂം ചെയ്തിട്ട് ഒരു കാര്യം ഹാലലിയ മറ്റൊരാളോട് പറയാൻ പാടില്ല. ഒരു വ്യക്തി വിശ്വസ്തമായ ഒരു കാര്യം എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കരുത്. സ്തോത്രം. ഹാലലിയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹാലലിയ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന യേശുവിനെ പറയരുത്. ഇത് പറയുവാൻ നാവിന് ഹാലലി താല്പര്യമുണ്ടാകും എങ്കിൽ ഒരു ദൈവ പൈതൽ സ്തോത്രം അതിനെ കൺട്രോൾ ചെയ്യും. രണ്ടാമത് പറയുകയാണ് സ്തോത്രം നേരില്ലാത്ത നാവ്. ഹാലലിയ. സ്തോത്രം. സങ്കീർത്തനം 5:9 വായിക്കുന്നു: അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗ നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാവുന്നു, നാവുകൊണ്ട് അവരുടെ മധുരവാക്ക് പറയുന്നു. അപ്പം നേരില്ലാത്ത നാവ് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേര് പറയണം, സത്യം സംസാരിക്കുവാൻ. ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയാലും തൻ്റെ ഇടത്തോടെ ഹാലലിയ സ്തോത്രം. ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാം, കള്ളം പറഞ്ഞെന്ന് വരാം. സ്തോത്രം. എന്നാൽ അത് ഹാലലിയ പിന്നീട് അത് കള്ളമാണെന്ന് മനസ്സിലാക്കിയാൽ ഹാലലിയ ധൈര്യത്തോടെ പറയണം, സോറി ഹാലലിയ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ഇനിയും ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യണം, ഞാനിങ്ങനെ പറയുകയില്ലെന്ന്. സ്തോത്രം. എപ്പോഴും സത്യം പറയുവാൻ നാം തയ്യാറാകണം. ചില സമയത്ത് ചില ആൾക്കാർ ചിലപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് സ്തോത്രം. ചിലർ അമേരിക്കയ്ക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു, ഹല്ലേലൂയ സ്തോത്രം. എയർപോർട്ടിലോട്ട് യാത്ര ചെയ്യുക, വഴി വെച്ച് അവർ പോകുന്ന കാണുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക എവിടെ പോവുക? ഇവിടെ വരെ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. അവരിവിടെ വരെയല്ല പോകുന്നത്, വളരെ ദൂരെയാണ് പോകുന്നത്. സത്യം പറയുന്ന സ്വഭാവം പലർക്കും ഹല്ലേലൂയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സത്യം പറയുന്നവരായി തീരണം, നേര് പറയുന്നവരായി തീരണം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം ഹല്ലേലൂയ കപടവും വമ്പും പറയുന്ന നാവ്, അത് വഞ്ചനയുള്ള നാവ്. സ്തോത്രം. സങ്കീർത്തനം 120 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു: വഞ്ചനയുള്ള നാവേ നിനക്ക് എന്തു വരും? നീ എന്തു നേടും? നമ്മൾ വഞ്ചന പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചതി പറഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്കൊന്നും നേടാനില്ല. സ്തോത്രം. നിത്യ നരകത്തിന് യോഗ്യരായി തീരും, നിത്യനാശ ഹല്ലേലൂയ സ്തോത്രം ന്യായവിധിക്ക് മുൻപിൽ നാം നിൽക്കേണ്ടി വരുന്നു. സ്തോത്രം. അതുകൊണ്ട് നാവ് കൊണ്ട് എന്തോ സംഭവിക്കാം? നാം വഞ്ചന പറയുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ദൈവവചനം പറയുകയാണ്. സ്തോത്രം. അടുത്തതായിട്ട് സ്തോത്രം അവിടെ പറയുവാണ് നീതിമാന്റെ നാവ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സ്തോത്രം സദൃശവാക്യങ്ങൾ 10:31 വായിക്കുന്നു: നീതിമാന്റെ വായിൽ ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവ് ഛേദിക്കപ്പെടും. അപ്പം നീതിമാന്റെ വായിൽ എന്തോ വരും? ജ്ഞാനം മുളപ്പിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ഒരു നീതിമാന്റെ ഹൃദയത്തിൽ നിന്ന് ജ്ഞാനം പുറപ്പെടും. ദൈവത്തിൻ്റെ ഹാലലിയ കൃപ അവൻ്റെ മേലുണ്ടായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഹാലലിയ സ്തോത്രം 5-ാമത് പറയുകയാണ് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശാന്തതയുള്ള നാവ്. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ശാന്തത ഉണ്ടാകണം. സദൃശവാക്യങ്ങൾ 15:4 പറയുന്നു: നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നാവിന് ശാന്തത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. വളരെ ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിൽ ഭാരങ്ങളിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് ആ വ്യക്തിയെ കാണുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഹല്ലേലൂയ സ്തോത്രം മൂർച്ചയേറിയ വാക്ക് പറയാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ ശാന്തത വരുത്തുന്ന, ആ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുന്ന വാക്കുകൾ പറയുന്ന നാവുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 12:18 പറയുന്നു: വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനിയുടെ നാവോ സുഖപ്രദം. ചിലരുടെ വാക്ക് കേട്ടാൽ ഹല്ലേലൂയ വിച്ചാത്തി എടുത്ത് നമ്മുടെ ശരീരത്തിൽ കുത്തുന്നതിന് പകരം ഹല്ലേലൂയ ഹൃദയത്തിൽ കുത്തുന്ന പോലുള്ള വാക്കുകളാണ്. സ്തോത്രം. മോട്ടിവേഷൻ ഇല്ല, എപ്പോഴും ഹല്ലേലൂയ തരം താഴ്ത്തുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഹല്ലേലൂയ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരുണ്ട്. നമ്മുടെ നാവുകൾ
അങ്ങനെ ആകാതിരിക്കട്ടെ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്ന നല്ല വാക്ക് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരത്തിൽ നമ്മുടെ നാവിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സദൃശവാക്യങ്ങൾ 17:20 പറയുന്നു, വക്രത ഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല, വികട നാവുള്ളവൻ ആപത്തിൽപ്പെടും. അപ്പോൾ നമ്മൾ വികട നാവ് ഉള്ള വികടത, ഹല്ലേലൂയ സ്തോത്രം, സംസാരിക്കുന്ന നാവ് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ആപത്തിൽ പെടുവാനിടയായി തീരും. സ്തോത്രം. അതുപോലെ സദൃശവാക്യങ്ങൾ 25:15 പറയുന്നു, ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു, മൃദുവുള്ള നാവു അസ്ഥിയെ നുറുക്കുന്നു. ഹല്ലേലൂയ. മൃദുവായ വാക്ക് പറയുവാൻ, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം തരുവാൻ, അസ്ഥിക്ക് ആശ്വാസം വരുവാൻ മൃദുവായ വാക്ക് പറയുവാൻ തക്കവണ്ണം നമ്മളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 28:11 പറയുന്നു, വിക്കി വക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. അപ്പോൾ വിക്കി വിക്കി പറയുന്ന അതരങ്ങൾ, ഹല്ലേലൂയ. മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു, എങ്കിലും അവനെ ദൈവം ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമ്മളോട് വിക്കി വിക്കി, ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ അന്യഭാഷകളിൽ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. 1 തിമോത്തിയോസ്, ഹല്ലേലൂയ, 5:13 പറയുന്നു, അത്രയുമല്ല അവർ വീടുതോറും നടന്ന് മിനക്കെടുവാനും ശീലിക്കും. ഹല്ലേലൂയ. മിനക്കെടുക മാത്രമല്ല, വായാടികളും പരകാര്യത്തിൽ ഇടപെടുന്നവരുമായി അതുരാത്തത് സംസാരിക്കും. അപ്പോൾ ഹല്ലേലൂയ, വായാടിത്തം പറയുന്ന നാവ് വേണ്ടാതെ നിങ്ങൾ വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോഷ്ക്ക് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. മിനക്കെട്ട്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് പകരം മേനക്കെട്ട്, ഹല്ലേലൂയ, അവിടെ ഇവിടെയും കയറി വേണ്ടാതെ പറയുന്ന നാവുകളുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നാവിനെ ദൈവസന്നിധി സമർപ്പിച്ച് നമ്മുടെ നാവ് ഉപ്പിനായി രുചി വരുത്തിയതായി തീരട്ടെ. നമ്മുടെ നാവ് മറ്റുള്ളവർക്ക് ആശ്വാസമുള്ളതായി തീരട്ടെ. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരട്ടെ. ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരാതെ ഉപ്പിനായി രുചി വരുത്തിയ, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന, ദൈവകൃപ അനുഭവിക്കുന്ന നാവുള്ളവരായി തീരുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ചിന്തിച്ചത്, ഹല്ലേലൂയ, നാവ് എന്തൊക്കെ കൊണ്ടുവരും, യേശുവിനെ പറയിപ്പിക്കും. ഹല്ലേലൂയ, നേരില്ലാത്ത വർത്താനം നമ്മളെ കൊണ്ട് നാവ് പറയിപ്പിക്കാൻ നോക്കും. കപടവും വഞ്ചനയുമുള്ള ഹല്ലേലൂയ വാക്കുകൾ പറയാൻ നമ്മുടെ നാവിനെ, ഹല്ലേലൂയ സ്തോത്രം, ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. നീതിമാന്റെ നാവായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതോ, ശാന്തതയുള്ള നാവുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വികട നാവ് ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മൃദുവായ നാവ് ആയിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിക്കിയുള്ള നാവ്, ഹല്ലേലൂയ, അതുപോലെ തന്നെ വായാടിത്തം പറയുന്ന നാവുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത, കർത്താവേ, എൻ്റെ നാവിനെ അനുഗ്രഹിക്കണമേ എന്ന് പറയുവാൻ, ഈ നാവ് കൊണ്ട് ദൈവനാമത്തിന് മനുഷ്യർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മുടെ നാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കുമാറാകട്ടെ. ആമേൻ.